ഇന്ന് നമുക്ക് വീട്ടിൽ എങ്ങനെയാണ് ഈസി ആയിട്ട് സാമ്പാർ പൊടി ചെയ്തെടുക്കുന്നത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മളൊരു പാനിലേക്ക് അരക്കപ്പ് മല്ലി ഇട്ടിട്ട് നന്നായിട്ട് ഇതുപോലെ വറുത്തെടുത്തിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി അതേ പാനിലേക്ക് നമ്മൾ 2 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ്, 2 ടേബിൾ സ്പൂൺ ഉഴുന്നുപരിപ്പ്, 1 ടേബിൾ സ്പൂൺ സാദാ നമ്മുടെ തോരപ്പരിപ്പ് ചേർക്കുന്നുണ്ട്. നന്നായിട്ട് വറുത്തെടുത്ത് അതുകൂടി മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ അതേ പാനിലേക്ക് 1 സ്പൂണ് കുരുമുളകും, 1/2 സ്പൂൺ ജീരകം, 1/4 സ്പൂൺ ഉലുവ അതൊന്ന് വറുത്തെടുത്ത് മാറ്റാം. ഇനി അതേ പാനിലേക്ക് ഒരു 1/4 കപ്പ് അരി കൂടി ചേർത്തിട്ട് വറുത്തെടുക്കുന്നുണ്ട്. ഇനി ഒരു പാനിലേക്ക് നമുക്ക് കുറച്ച് വറ്റൽമുളക് ചേർക്കുക. അതിനോടൊപ്പം തന്നെ കുറച്ച് കറിവേപ്പില കൂടി ചേർത്തിട്ട് നന്നായിട്ട് വറുത്തെടുക്കുന്നുണ്ട്. അപ്പോൾ വറ്റൽമുളക് നിങ്ങളുടെ എരിവിന് ആവശ്യത്തിനുള്ള എടുക്കുക. ഞാൻ കുറച്ച് കാശ്മീരി ചില്ലിയും സാധാ മുളകും കേട്ടോ എടുത്തിരിക്കുന്നത്. ഇനി വറുത്തെടുത്തതെല്ലാം നന്നായിട്ട് തണുത്ത് വന്നതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ കുറച്ച് കായപ്പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് നമുക്ക് ഇതുപോലെ പൊടിച്ചെടുക്കാം. അതൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. ഇത് നന്നായിട്ട് തണുത്ത് വന്നതിന് ശേഷം എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു ബോട്ടിലാക്കിയിട്ട് നമുക്ക് സൂക്ഷിച്ച് വെക്കാം. നല്ല അടിപൊളിയായിട്ടുള്ളൊരു സാമ്പാർ പൊടി റെസിപ്പിയാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഇഷ്ടമാവുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്.